ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിനും ബ്രെഡിനും പറ്റിയൊരു ഫിഷ് കറിയാണ്. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. ക്രിസ്മസിന് ഡക്കും ചിക്കനും മട്ടണും ഒക്കെ കഴിച്ച് മതിയായവർക്ക് ഈ ഫിഷ് കറി ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുറച്ച് സാധനങ്ങൾ കൊണ്ട്, നമ്മുടെ കൈകളിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. പിന്നെ 3 മീഡിയം സവാള ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 6-7 പച്ചമുളക് വേണം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ്. വെളുത്തുള്ളി നന്നായിട്ട് ചതക്കുക. ഇഞ്ചി അങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ടാൽ മാത്രം മതിയാകും. ഇഞ്ചി കൂടുതൽ വേണം. പിന്നെ വേണ്ടത് പൗഡേർഡ് മസാലയായ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം, 2 ടീസ്പൂൺ വിനെഗർ വേണം, പിന്നെ 1 കപ്പ് 1-ാം പാൽ വേണം, 2.5-3 കപ്പോളം 2-ാം പാൽ വേണം, പിന്നെ ഒരു 10-15 കശുവണ്ടി പേസ്റ്റാക്കിയതും വേണം. പിന്നെ ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. അധികം മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീൻ വേണം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇത് തലേദിവസം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. പിന്നെ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ ബാക്കി വരുന്ന എണ്ണ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് ഉപയോഗിക്കാം. നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്യാൻ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ കുക്ക് ചെയ്യാവുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം താഴത്തെ ഭാഗവും മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ആ മീൻ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ്. പിന്നെ ഇതിലേക്ക് പോരാത്ത വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് വഴറ്റി കൊടുക്കേണ്ടി വരും. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ടാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം പച്ചമുളക് ചേർക്കുക. പച്ചമുളക് 2ആക്കി പിളർന്ന് ചേർത്താൽ മതിയാകും. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സോട്ടാവുന്നത് വരെ, അതായത് 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണം, വഴറ്റി കൊടുക്കണം. കാരണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വേണ്ടി വരും. എന്നിട്ട് ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. 2-ാം പാൽ 2.5-3 കപ്പോളം വേണം. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് 2-ാം പാൽ എടുക്കുക. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം.
മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളിൽ പൊതിയോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ഞാൻ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തതാണ്, പിന്നെ അത് ഈ ഗ്രേവിയിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കശുവണ്ടി പാലാക്കിയത് ചേർത്ത് കൊടുക്കുക. ഒരു 15 കശുവണ്ടി കുതിർത്തിയിട്ട് അരച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1-ാം പാല് ചേർക്കുക. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോഴേക്കും ഗ്രേവിക്കൊക്കെ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. നല്ല തിക്കാകും ഗ്രേവി. അതിന് വേണ്ടിയിട്ടാണ് കാഷ്യൂ പേസ്റ്റ് ചേർക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ 1 കപ്പ് അത് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. ഇതിനകത്ത് കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. ഇത് അപ്പത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്, ബ്രെഡിനും നല്ലതാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളക്കോളം ഇങ്ങനെ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ പിരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം ഇരുന്നാൽ നല്ലപോലെ ഇത് ഗ്രേവി തിക്കാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ന്യൂ ഇയറിന് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഞാനിവിടെ അപ്പമാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വളരെ സോഫ്റ്റ് അപ്പമാണ്, കണ്ടോ, ബ്രെഡിനേലും സോഫ്റ്റാണ് ഈ അപ്പം. ഇതിലേക്ക് ആ ചാറും ഒക്കെ മുക്കി കഴിച്ചാൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ അപ്പം ഈ ഫിഷ് കറിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം. സോഫ്റ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ പൊങ്ങുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി, അതായത് അരച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ വെള്ളയപ്പത്തിൻ്റെ തന്നെ ഗ്രീൻ അപ്പം എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളത് ട്രൈ ചെയ്യാം. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. അപ്പോൾ ഈ ന്യൂ ഇയർ സ്പെഷ്യൽ ഫിഷ് കറി എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. വിനീഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ന്യൂ ഇയറിന് എല്ലാവരും ഈ ഫിഷ് കറി ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.